ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക പരാതികൾ അന്വേഷിക്കാൻ സർക്കാർ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും കൂടിക്കാഴ്ച നടത്തി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഇങ്ങനെയൊരു ആവശ്യം WCCയുടെ ഭാഗത്തുനിന്നും ഒപ്പം പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ടായിരുന്നു. ഏത് തരത്തിൽ ഈ പരാതികൾ അന്വേഷിക്കാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക ചൂഷണ പരാതിയിലടക്കം അന്വേഷണം നടത്താൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ മുൻ നിലപാടിൽ നിന്ന് ഒരു മാറ്റം എന്നായി നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം നേരത്തെ ഇക്കാര്യത്തിൽ ഈ അന്വേഷണത്തിനും കേസെടുക്കുന്നതിന് നിയമസാധ്യതയില്ല എന്നുള്ളൊരു കണ്ടെത്തൽ ഒരു നിലപാട് സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അന്വേഷണത്തിന് ഈ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പരാതിക്കാർക്ക് രഹസ്യ സ്വഭാവത്തിൽ ഉൾപ്പെടെ പോലീസിനെ ബന്ധപ്പെടാൻ വഴിയൊരുക്കും. പരാതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട്. മാത്രമല്ല, നവമാധ്യമങ്ങളിലൂടെ അടക്കം ഉന്നയിക്കുന്ന ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ പോലീസ് തന്നെ, സർക്കാർ സംവിധാനം തന്നെ ബന്ധപ്പെട്ട് അവരിൽ നിന്ന് പരാതി ഉണ്ടെങ്കിൽ, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തും. അതിനുശേഷം കേസെടുത്ത അന്വേഷണം. ഇതാണിപ്പോൾ സർക്കാർ നിലപാടായി പുറത്തു വരുന്നത്. സിനിമാ മേഖലയിലെ മറ്റു പരാതികളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പറയാതെ അടക്കം പുറത്തു വന്ന ചില വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളിൽ അന്വേഷണം നടത്തണം എന്നുള്ളത് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടത്. എന്നാൽ പരാതിയുമായി ആരും മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ അന്വേഷണത്തിന് സാധ്യതയില്ല എന്നുള്ളതായിരുന്നു സർക്കാർ നിലപാട്. സർക്കാർ ആ നിലപാട് തിരുത്തുകയാണ്. ആ നിലപാടിൽ നിന്നൊരു വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരിപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഒരു പക്ഷേ സിനിമാ മേഖലയിലെ ചില വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ തീർച്ചയായും ഷഫീദ്, സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ പരാതി നൽകുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ അതിൽ പറയുന്ന ആളുകളെ കുറിച്ച് മാത്രമാണോ അന്വേഷണം നടത്തുക, അതോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണോ ഇത്? ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ ഉണ്ടാകില്ല. മറിച്ച് ഇപ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതിലൊന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര ഉന്നയിച്ച ആരോപണം. രണ്ടാമത്തേത് യുവനടി AMMയുടെ മുൻ തലപ്പത്തിരിക്കുന്നവരിൽ ഒരാളായിട്ടുള്ള സിദ്ദീഖിനെതിരെ ഉന്നയിച്ച പരാതി. ഈ രണ്ട് പരാതികളിലായിരിക്കും ഒരു പക്ഷേ ഇവർ ആ പരാതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുക. മാത്രമല്ല, സിനിമാ മേഖലയിലെ മറ്റു വിഷയങ്ങൾ, പ്രത്യേകിച്ച് അലിഗേഷനായി ഇപ്പോൾ ഉയർന്നിരിക്കുന്ന മറ്റു പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിലടക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം ഉണ്ടാകും. ഏതായാലും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് രഞ്ജിത്തിന്റെ രാജി എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷണം നടത്തി അഗ്നിശുദ്ധി എന്നുള്ള ഒരു തീരുമാനം കൂടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. മുന്നണിക്കുള്ളിലും അതേപോലെ തന്നെ ഇടത് കേന്ദ്രങ്ങളിലും ഇങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു എന്നുള്ള വിവരവും സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് അടിക്കാൻ സംസ്ഥാന സർക്കാരിന് ഈ പ്രത്യേക സാഹചര്യത്തിലാവില്ല. നിലവിൽ രേവതി സമ്പത്ത് തന്നെ നടൻ റിയാസ് ഖാനെതിരെ പരാതി പറഞ്ഞിരുന്നു. പക്ഷേ അവർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഇനി പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും സർക്കാർ ഇത് സ്വീകരിച്ച് നടപടി എടുക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? പരാതി ഉണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, അതല്ലെങ്കിൽ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച ആളുകളുമായി ബന്ധപ്പെടുക. അതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആരോപണം ഉന്നയിച്ച അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇരയാക്കപ്പെട്ടുവെന്ന ഇതിനോടകം പൊതുസമൂഹത്തിന് മുൻപിലോ അതല്ലെങ്കിൽ നവമാധ്യമങ്ങളിലെങ്കിലും പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെടുക. സർക്കാർ സംവിധാനം എന്ന നിലയിൽ പോലീസ് തന്നെ ബന്ധപ്പെടുക. അതിനുശേഷം അവർക്ക് പരാതി ഉണ്ടെങ്കിൽ, മൊഴി നൽകാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായും ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക. കേസെടുത്ത അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഈ നിലപാട് സംസ്ഥാന സർക്കാർ മുൻപെടുക്കണമെന്നുള്ള ആവശ്യം ഇടത് കേന്ദ്രം തന്നെ ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ സംസ്ഥാന സർക്കാർ ഈ നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള സാധ്യതകൾ അതില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒഴിയാൻ കഴിയില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായ രണ്ടുപേർക്കെതിരെ ഗുരുതരമായ അലിഗേഷൻ ഉണ്ടാവുകയും അവർക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്ത ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പഴയ നിലപാടിൽ നിന്ന് മാറുന്നു. സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണത്തിന്, സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ പരാതികളിൽ, ആരോപണങ്ങളിൽ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയുമായും നടത്തിയിട്ടുണ്ട്. പ്രവിധ. ഷഫീദ്, അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക ഈ ബംഗാളി നടി സുലേഖയുമായി ബന്ധപ്പെടും, അവർക്ക് പറയാനുള്ളത് കേൾക്കും. അതോടൊപ്പം തന്നെ രേവതിയുമായി സിദ്ദിഖിനെ കുറിച്ചുള്ള കാര്യങ്ങളും ചോദിച്ചറിയും. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ആദ്യഘട്ടത്തിൽ അങ്ങനെയാകില്ലേ?
ഉറപ്പായിട്ടും നേരത്തെ തന്നെ, അതായത് ഇന്നലെ തന്നെ മുന്നണിക്കുള്ളിലെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ശ്രീലേഖ മിത്രയുമായി ബന്ധപ്പെടാൻ സംസ്ഥാന സർക്കാർ ചിലരെ നിയോഗിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിൽ തന്നെ അങ്ങനെ ഒരു ഔദ്യോഗിക സംവിധാനം ഉണ്ടാക്കുന്നത്. രഹസ്യ സ്വഭാവത്തിലടക്കം ആക്ഷേപമുള്ളവർക്ക്, ആരോപണമുള്ളവർക്ക്, ഇരയാക്കപ്പെട്ടവർക്ക് അവർക്ക് ബന്ധപ്പെടാൻ, പോലീസിനെ ബന്ധപ്പെടാൻ, രഹസ്യ സ്വഭാവത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകാനൊക്കെയുള്ള സൗകര്യം അത് ഒരുക്കുകയാണ്. അത് ഇടതുമുന്നണിയിൽ തന്നെ ചില വനിതാ നേതാക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പരിഗണിച്ചു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതിനും അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ കൂടിക്കാഴ്ചയിൽ ഷെഫി തുടരുക. നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുൻ DGP ടി അസഫ് അലി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അസഫ് അലി, ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരികയാണ്. ലൈംഗിക പരാതികൾ അന്വേഷിക്കാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം അത് ഏത് തരത്തിലായിരിക്കും പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാനാവുക? ഈ അന്വേഷിക്കുന്നത് ആരാണ്? പോലീസല്ല. പോലീസ് അന്വേഷിക്കണമെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യണം. അതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നിധിയിലെ 176, പഴയ CRPCയിലെ 157. ഒരു കോഗ്നിറ്റബിൾ ഒഫൻസിനെ സംബന്ധിക്കുന്ന വിവരം ലഭിച്ചാൽ, അതായത് ആ കുറ്റകൃത്യം ചെയ്തു എന്ന് സംശയമുണ്ടായാൽ, അത് വിവരം ലഭിച്ചാലോ മറ്റു രീതിയിലോ പോലീസ് ഉടൻ FIR രജിസ്റ്റർ ചെയ്ത് മജിസ്ട്രേറ്റിന് വിവരം കൊടുത്ത് കേസ് അന്വേഷിക്കാം എന്നുള്ള ഫണ്ടമെന്റലായ നിർബന്ധമുള്ള നിയമപരമായ ബാധ്യതയാണ്. അത് ചെയ്യാതെ 4.5 കൊല്ലം വെച്ച് പൂട്ടിയ സർക്കാർ ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആ സർക്കാരിനെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു പുതിയ വിദ്യയാണ് വീണ്ടും ഇപ്പൊ പോലീസല്ല അന്വേഷിക്കുന്നത്. AKG സെന്ററിൽ നിന്ന് നിയമിക്കുന്ന ചില ആശാമാരാണ് അന്വേഷിക്കാൻ പോകുന്നത്. അവരന്വേഷിച്ചാൽ ഇത് കുഴിച്ചുമൂടും. അപ്പൊ ആദ്യത്തെ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന പുതിയ നാരകേരി സംഹിതയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നല്ലോ, റേപ്പ് കേസിലെ പ്രതിയെ കയ്യാമ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര കണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തെ ശക്തമായി നേരിടാൻ വേണ്ടി നമ്മുടെ രാജ്യത്ത് പുതിയ നിയമങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് പരിരക്ഷയാണ് പ്രതികൾക്ക് കൊടുക്കുന്നത്. ഇത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അതങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിയമത്തിന്റെ വഴിക്ക് പോയാൽ ഇതിൽ സർക്കാരും പ്രതിക്കൂട്ടിലാവും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ ടി അസഫ് അലി, താങ്കൾ ഉന്നയിച്ച ഒരു കാര്യം സത്യമാണ്. 4.5 വർഷമായി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ട് അതിനുശേഷവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പിന്നീട് സമ്മർദ്ദത്തെ തുടർന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തുവിടേണ്ടി വരുന്നു. അതിനുശേഷം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സർക്കാരിന് സമ്മർദ്ദമേറുന്നു. എന്തായാലും ഈ ഒരു അവസരത്തിലെങ്കിലും ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ പോലീസിന് മുന്നിൽ ഉണ്ടാകുന്ന വെല്ലുവിളി അതെന്താകും? സർക്കാർ നിയമിച്ചിരിക്കുന്ന കമ്മീഷനോ കമ്മിറ്റിയോ അല്ല വേണ്ടത്. FIR രജിസ്റ്റർ ചെയ്ത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മുടെ നാഗരിക സുരക്ഷാ സംഹിത CRPC അനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് വേണ്ടത്. സർക്കാർ ഉദ്ദേശിക്കുന്നത് സർക്കാർ അങ്ങനെ ഡ്യൂട്ടി ഓഫ് ദ പോലീസ്. ഇത് പോലീസിന്റെ മാൻഡേറ്ററി ഡ്യൂട്ടിയാണ്. ഇത്രയും വിവരങ്ങൾ ലഭിച്ചിട്ട് പോലീസ് കേരളത്തിലെ IPS ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാരെല്ലാം ഉറങ്ങുകയാണ്. സർക്കാർ 4.5 കൊല്ലം ഉറങ്ങി. ഈ പരിരക്ഷ കൊടുക്കുന്നത് പ്രതികൾക്കാണ്. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി, പ്രതികൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ സംവിധാനം. FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കേണ്ട സർക്കാർ വീണ്ടും ഒരു കമ്മിറ്റിയെ വെക്കേണ്ട ആവശ്യം എന്താണ്? ഈ അന്വേഷണ കമ്മീഷൻ വീണ്ടും ഒരു കമ്മീഷന്റെ ക്വസ്റ്റ്യനൂടെ ഉദിക്കുന്നേയില്ല. വളരെ ഞെട്ടിക്കുന്ന, അതും വളരെ ഉന്നതമായ സ്ഥാനീയത്തിരിക്കുന്ന ആളുകൾ അന്വേഷിക്കും. ശരി, ടി അസഫ് അലി മുൻ DGP ആണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഫീദ്, ഇപ്പോൾ അസഫ് അലി വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഈ പ്രത്യേക സംഘത്തെ ഉടൻ തന്നെ നിയോഗിക്കുമെന്ന് സർക്കാർ പറയുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? അതിന്റെ ഘടനയടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പ്രത്യേക സംഘം എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇതിൽ 2 തരത്തിലുള്ള ചോയ്സുകൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, പരമാവധി ആരോപണങ്ങൾ അത് പരിശോധിക്കുക, പരിശോധിച്ച ശേഷം നിയമ നടപടികൾക്ക് സാധ്യതയുള്ളവ, നിയമ നടപടികൾക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ അവയുമായി മുന്നോട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, നിലവിൽ ഇപ്പോൾ ധാർമ്മികമായി സംസ്ഥാന സർക്കാർ നേരിടുന്ന പല വിഷയങ്ങൾ, അതിലൊന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. രണ്ടാമത്തേത്
സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്ന തരത്തിലേക്കുള്ള ചില വിമർശനങ്ങൾ അത് ചില വനിതാ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ മുഖം രക്ഷിക്കുക, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇങ്ങനൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചലഞ്ച്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ തന്നെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾക്കെതിരെയാണ് ആദ്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പേര് പറഞ്ഞുകൊണ്ടുള്ള ആദ്യ ലൈംഗിക ആരോപണം പുറത്തു വരുന്നത്. അത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനുണ്ടാക്കിയ തലവേദന ചെറുതല്ല. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിലും അങ്ങനെയുള്ള തലവേദന, പ്രതിസന്ധി ഇതൊന്നും സഹിക്കാൻ സംസ്ഥാന സർക്കാരിന് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ പ്രധാനമായും സർക്കാർ ഈ കേസുകൾ അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊരു പ്രത്യേക സംഘം കൊണ്ടുവരുമ്പോൾ പരാതിക്കാർക്ക് സുരക്ഷിതമായി, പ്രത്യേകിച്ച് ഇന്ന് നടി രേവതി, അതായത് യുവനടി രേവതി അടക്കം ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് മുൻപൊരു കേസുമായി ബന്ധപ്പെട്ട്, ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ തനിക്ക് വാതിലുകൾ തുറന്നു കിട്ടിയില്ല എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള നിയമസഹായം കിട്ടിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതടക്കമുള്ള ആക്ഷേപങ്ങൾ ഇനിയും ഉയരാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട, വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളത്. അത് അക്കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരത്തിനപ്പുറത്തേക്ക് മറ്റ് ചില തീരുമാനങ്ങൾ കൂടി, രഹസ്യ സ്വഭാവത്തിലുള്ള തീരുമാനങ്ങൾ കൂടി മുഖ്യമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഉണ്ടായി. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രത്യേക സംഘവും പോലീസ് പരിശോധനയും എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ടത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേക സംഘം ഏത് ഘടനയിൽ അതെങ്ങനെ പ്രവർത്തിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം. ഏതായാലും ഗൗരവമുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കേട്ട ഏറ്റവും വലിയ പഴിയായിരുന്നു നിയമവഴിക്ക് അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ പോകുന്നില്ല. സംസ്ഥാന സർക്കാർ ചിലരെ സംരക്ഷിക്കുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ. ഇപ്പോൾ ഈ മീട്ടു ആരോപണം ഉൾപ്പെടെ മുൻപ് പല നടന്മാർക്കെതിരെയും സിനിമാ പ്രവർത്തകർക്കെതിരെയും ഒക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ ആളുകളെ കൂടി ഈ ഇത്തരത്തിൽ അന്വേഷണത്തിൽ പരിധിയിൽ കൊണ്ടുവരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതോ ഈ അടുത്ത കാലത്ത് മാത്രം പറഞ്ഞ, അല്ലെങ്കിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില പേരുകൾ പുറത്തു വന്നിരുന്നു, അവർക്കെതിരെ മാത്രമാണോ അന്വേഷണം നടത്തുക? പ്രവിധ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പേരുകൾ പരാമർശിക്കുന്നില്ല. മാത്രവുമല്ല, ഇതിനോടകം തന്നെ സംസ്ഥാന സർക്കാരിന് ഒരു അന്വേഷണ സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും മുഖം രക്ഷിക്കാനടക്കം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിനും അപ്പുറത്തേക്ക് മറ്റു ചില ആക്ഷേപങ്ങൾ അത് പലരും പല സ്ഥലത്തും, അത് മാധ്യമങ്ങളിലൂടെയുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെയുണ്ട്, അവിടെയൊക്കെ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പരാതികൾ, ഇത്തരം ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് കേട്ടില്ല എന്ന് നടിക്കാൻ ഇനി സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായും ആരോപണം ആരൊക്കെ ഉയർത്തുന്നുണ്ടോ അവരുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന അതായിരിക്കും ഈ പ്രത്യേക സംഘം കൊണ്ട് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യം. പ്രവിധ. ശരി, അതോടൊപ്പം തന്നെ ഷഫീദ്, ഇനിയിപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ടി അസഫ് അലി, മുൻ DGP പറഞ്ഞ പല കാര്യങ്ങളും അതിലേറെ പ്രസക്തമാണ്. ഇതിനിപ്പോൾ ഈ അന്വേഷണം നടത്തുമ്പോൾ പോലീസിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാവുക തെളിവ് തന്നെയല്ലേ? കാരണം പല സംഭവങ്ങളും നടന്നത് വർഷങ്ങൾക്ക് മുന്നെയാണ്. തെളിവ്, അതേപോലെ തന്നെ പരാതിയുമായി രംഗത്തെത്തുന്നവർ, ഇത് രണ്ടും തന്നെയായിരിക്കും പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് നിലവിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന വിശ്വാസം അത് തിരിച്ചുപിടിക്കാൻ സഹായകരമാവുകയും ചെയ്യും എന്നുള്ള ഒരു രാഷ്ട്രീയമായ നീക്കം കൂടി സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. കാരണം ഈ ശ്രീലേഖ മിത്ര ആരോപണം ഉന്നയിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് താൻ പോകും, അങ്ങനെ ഒരു നീക്കത്തിലേക്ക് താൻ പോകും എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തേത് രേവതിയുടെ കാര്യമാണ്. രേവതിയുടെ കാര്യത്തിലും ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് പോകുമോ എന്ന് നമ്മൾ ഇന്ന് രാവിലെ ആവർത്തിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ സഹകരിക്കാം, അതല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള കാര്യങ്ങൾ കൈമാറാമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിയമ നടപടിക്ക് ആർക്കെങ്കിലും മുന്നോട്ട് വരാൻ സുരക്ഷിതത്വം തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. അത് ഇടതു മുന്നണിയിലെ തന്നെ ചില വനിതാ നേതാക്കൾ ഒരാവശ്യമായി ഉന്നയിച്ചു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ നടികൾ ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ഒപ്പം തന്നെ നടൻ സിദ്ദിഖിന് എതിരെയുമായിട്ടുള്ള ആരോപണമാണ്. നിലവിൽ ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് സർക്കാർ ഇതിലൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നുമാണ് സർക്കാരിന്റെ തീരുമാനം. DGPയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.